കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും പാലക്കുഴ കാർഷിക ലേല വിപണി ഹാളിൽ വെച്ച് നടന്നു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് പി കെ ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ.സി. ടോമി ഉദ്ഘാടനം ചെയ്തു. വേണ്ടി അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങളിൽ എല്ലാവരും തന്നെ. നമുക്കറിയാം, നിങ്ങളിൽ ഓരോരുത്തരും പല വർഷങ്ങൾ ജോലി ചെയ്തിട്ടുള്ളവരാകാം, പല ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുള്ളവരാകാം. എന്നിരുന്നാൽ തന്നെ ഈ വിരമിച്ച കാലഘട്ടത്തിൽ ഒരു സംഘടനയായി രൂപീകരിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞു, ഇപ്പോൾ പുതിയ പെൻഷൻ 7 പേരാണ് പെൻഷൻ പറ്റിയവർ. അവർക്കൊരു അംഗത്വ വിതരണവും കൂടിയാണ് ഇന്ന് നമ്മൾ നൽകപ്പെടുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കൂട്ടായ്മയിലൂടെ ഇവർ സ്വാഗത പ്രസംഗം അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗത്തിലൂടെ പറഞ്ഞു, നമുക്ക് നേടിയെടുക്കേണ്ട ആ അവകാശങ്ങൾ, ആ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യണം. അത് നമ്മൾ ഒരു കൂട്ടായ്മ പരിശ്രമം വേണം. നമുക്കറിയാം, നമ്മുടെ സജീവ് സാറും രാജീവ് സാറൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അത് ഏത് രീതിയിൽ പ്രവർത്തിച്ച് നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ആ ഒരു മുന്നോട്ടുള്ള ആ നല്ല നയം അല്ലെങ്കിൽ ആ നല്ല പ്രവർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയപ്പോൾ നമ്മൾ കുഞ്ഞുമക്കൾ അപ്പം നമ്മൾ ചിലവരൊക്കെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമായി കാണും. അപ്പോൾ അവർക്കൊരു സമയം പോകുന്ന ഒരു വേദിയായി പോലും നമുക്കിത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞ മാസത്തിൽ ഒരു ദിവസം നമ്മളിവിടെ കൂടുമെന്ന്. അപ്പോൾ ചായ കുടിക്കാൻ മാത്രമല്ല, നമ്മൾക്കുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ പല ജീവിത സാഹചര്യത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ്. നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളെല്ലാം നമ്മളൊരു വലിയ കുടുംബങ്ങളിൽ. പുതിയ അംഗങ്ങൾക്കുള്ള സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണവും ഉദ്ഘാടകർ നിർവഹിച്ചു. ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് പാലക്കുഴ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസന്ന ജേക്കബ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കെ വി രാജു, ബേബി പോൾ, ഇ.എം. ജോർജ്, പി എൽ സജീവൻ, കെ ജി വിജയൻ, എ ബി ജനാർദ്ദനൻ നായർ, കെ എൻ വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. സദസ്സിലും എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ സംഘടനയുടെ ബൈലോയിൽ ഇതൊന്നും യാതൊരു രീതിയിലുള്ള വിലക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംഘടനയുമായിട്ട് അവരവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെ കൂട്ടിക്കെട്ടാനായിട്ട് ശ്രമിക്കരുത് എന്ന് നമ്മുടെ സംഘടനയിൽ പ്രത്യേകം ബൈലോയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ KSSPൻ്റെ യൂണിറ്റ് കൺവെൻഷൻ ഇവിടെ നിന്നാക്കിയാണ്. ഞാൻ എടുത്തു തന്നെ പറയുകയാണ്, കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടന രൂപീകരിക്കുന്നതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിൽ കഴിഞ്ഞ 14-ാം തീയതി കൂടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാത്തവർ എടുത്തിട്ട് 3-4 വർഷങ്ങൾ അല്ലെങ്കിൽ 4-5 വർഷങ്ങളായിട്ട് ഈ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇതിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞ് പുറത്തുപോയ ആളുകളാണ് ഇപ്പം ഈ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ സംഘടന രൂപീകരിക്കുന്നതിനായി പാലക്കുഴയിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് കൂത്താട്ടുകുളത്തുനിന്ന് ഒരു പത്രപ്രവർത്തനം വിളിച്ചു ചോദിച്ചു, KSSPയുടെ സമാന്തര സംഘടന പാലക്കുഴയിൽ ഉണ്ടാക്കുവാൻ പോകുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് ജോൺ സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന്? നമ്മുടെ ജീവിതശൈലികൾ മെച്ചപ്പെടുത്താനുള്ള അവസരം നമുക്കിപ്പോൾ ഒരുപാട് കുറച്ചുകൂടി അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് തന്നെ ആയാലും ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ അസാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിനെപ്പറ്റി ഒരു മനസ്സിലാക്കിയ ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് ഞാൻ കരുതുന്നു. അപ്പോൾ ആദ്യമേ അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, എന്താണ് ജീവിതശൈലി രോഗങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് അസാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, 2 തരത്തിലുള്ള രോഗങ്ങൾ പൊതുവെ നമ്മൾ കാണുന്നുണ്ട്. ചിലത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾ. മറ്റു ചില രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പകരില്ല, പക്ഷെ ദീർഘകാലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില രോഗങ്ങൾ. ഇത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് ചോദിച്ചാൽ ഒരു 70% മുകളിലും മരണ കാരണമാകാവുന്ന രോഗങ്ങളാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പം റീസെന്റ് തന്നെ നമ്മൾ പ്രായഭേദം ഇപ്പം ഇല്ല അല്ലെ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ ഈ അസാംക്രമിക രോഗങ്ങൾക്കൊന്നും തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കൊന്നും പ്രായഭേദം ഇല്ല. നമുക്കറിയാം, ഒരു കോവിഡിന്റെ ഒരു സെനേറിയോ കടന്നു വന്നതിന് ശേഷം പലർക്കും ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴലുകൾ, പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻസ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഡിസ്ട്രെസ് ഒക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായഭേദം ലിംഗഭേദം ഇല്ലാതെ തന്നെ
നമുക്ക് കൂടുതലായിട്ട് ജീവിതശൈലി രോഗങ്ങളും അതിനോടൊപ്പമുള്ള കോംപ്ലിക്കേഷൻസും കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുറച്ചുകൂടെ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്.